ഒരു കുട്ടിയുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇവർക്കത് ഡിപ്രഷനായിട്ട് വന്നു. ഇവർക്ക് ഭയങ്കര പ്രശ്നമായി. ആദ്യം വന്നിരിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഒരു ആർട്ടിഫിഷ്യൽ സ്നേഹം നമ്മുടെ അടുത്ത് കാണിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ സ്നേഹം അഭിനയിക്കാണ്ട് നിങ്ങളുടെ ജാതകപ്രകാരം ഈ വ്യക്തിയുമായിട്ട് ഒരു തരത്തിലും മാച്ച് ചെയ്യില്ല. നമുക്ക് അതിനകത്ത് മെയിനായിട്ട് ദാമ്പത്യ ജീവിതത്തിൽ നമ്മളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അവയവമുണ്ട്. അവ തമ്മിലുള്ള ഒരു പൊരുത്തമുണ്ട്. ആ പൊരുത്തം എന്ന് പറയുന്നത് എങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആകൃതി, വലിപ്പം, ഡെപ്ത് ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ഒരാളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ രൂപഘടന ഇതുമായിട്ട് മാച്ച് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഹീറോ പേനയിടയ്ക്ക് അല്ലെങ്കിൽ പാർക്കർ പേനേൻ്റെ ക്യാപ്പ് എടുത്തിട്ട് കഴിഞ്ഞാൽ സൂട്ടാവും. അവരത് തുറന്നു പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഞെട്ടിത്തിരിയിൽ തിരിഞ്ഞു. സത്യം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതിന് കാരണം സത്യത്തിൻ്റെ മുഖം എപ്പോഴും ഒരു ജ്യോത്സ്യൻ്റെ ആവശ്യമില്ല ഒരാൾക്ക് ജീവിക്കാൻ. പക്ഷെ ജ്യോത്സ്യൻ എന്താണ് ചെയ്തു കൊടുക്കുന്നത്? നിങ്ങൾക്ക് നാളെ വരാൻ പോകുന്ന പ്രോബ്ലത്തെ നിങ്ങൾക്ക് ഇന്നേ കാണിച്ചു തരും. ഒരു വാസ്തുവിൻ്റെ ആവശ്യം എന്താണുള്ളത്? നിങ്ങൾ ഒരു ദിവസത്തിൽ കൂടുതൽ സമയവും ചെലവാക്കുന്നത് നിങ്ങളുടെ വീട്ടിലാണ്. നിങ്ങൾ കുടുംബസമേതമാണ് ജീവിക്കുന്നത്, തമ്മിലുണ്ടാക്കാനുള്ള സ്ഥലമല്ല. അപ്പോൾ അവിടെ ഒരു ബിസിനസ് സെൻ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പൈസ ലാഭം വേണം, വാസ്തു അപ്പോൾ കറക്റ്റ് ആയിരിക്കണം. നിങ്ങൾ ഒരു ടോയ്ലറ്റ് ആയിരിക്കണമെന്നുണ്ടെങ്കിലും അവിടുത്തെ വായുസഞ്ചാരം കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അവിടുത്തെ ദുർഗന്ധം അടുക്കളയിൽ വരെ എത്തും. ശരി. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനും പ്രാധാന്യമുണ്ട്. ഇതെല്ലാം പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പോംവഴി. എന്തൊക്കെ നമുക്ക് ജീവിതത്തിൽ പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു നെയിൽ കട്ടർ വയ്ക്കുന്നതിന് പോലും അച്ചടക്കം വേണം. ഇപ്പം എൻ്റെ വീട്ടിൽ 4 അംഗങ്ങളുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ നഖം വെട്ടി ബാത്റൂമിൻ്റെ പൊത്തിൽ വെച്ചിട്ട് ഞാനങ്ങ് പോയി. എൻ്റെ മകൻ വന്നിട്ട് നെയിൽ കട്ടർ അന്വേഷിക്കും, ഒരു സ്ഥലത്തും കിട്ടൂല. ഭാര്യ നോക്കും, കിട്ടൂല. മോള് പോയിട്ട് പറയും, എന്നാൽ ഞാൻ വേറെ ഒരെണ്ണം മേടിച്ചേക്കാം. ഒരെണ്ണം മേടിച്ചുകൊണ്ട് വരും. ആ സാധനം മേടിച്ചുകൊണ്ടെന്ന് കഴിയുമ്പോൾ അച്ഛൻ പറയും, എന്തിനാ പുതിയത് മേടിച്ച എവിടെ ഇരിപ്പുണ്ടാകുന്നില്ല? എവിടെയാ? അച്ഛനും അറിയാൻ പാടില്ല. ഇത് കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ തുരുമ്പ് പിടിച്ച സാധനം ബാത്റൂമിൻ്റെ അവിടെ നിന്ന് കിട്ടി. ഇത് ആരുടെ അച്ചടക്കമില്ലായ്മ ആ പൈസ വേസ്റ്റാക്കിയത്? ഈ 150 രൂപ 200 രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അതിനെ കാണുന്നത് വെറും ഒരു പൈസ വേസ്റ്റായിട്ടാണ്. ഞാൻ അങ്ങനെയല്ല കാണുന്നത്, ഒരു മെറ്റീരിയൽ വേസ്റ്റാണത്. ശരിയാണ്. ആർക്കും ഗുണമില്ലാത്ത ഒരു മെറ്റീരിയലാക്കി മാറ്റിക്കഴിഞ്ഞു അതിന്. ഇതുകൊണ്ട് നമ്മുടെ ഈ 125 രൂപ അല്ലെങ്കിൽ 150 രൂപ എങ്ങനെ നഷ്ടപ്പെടുന്നു എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഉദാഹരണം പറയാം. പണ്ട് നമുക്ക് ചെരുപ്പുണ്ടായിരുന്നു, റബ്ബർ ചെരുപ്പ്. അതിൻ്റെ ബാറ്, അതായത് ഈ വിരലുകൾക്കിടയിലൂടെ പോകുന്ന വള്ളിയുണ്ട്, ബാർന്ന് തന്നെയല്ലേ അതിന് പറഞ്ഞത്. അത് പൊട്ടിയാലും നമുക്ക് മേടിക്കാൻ കിട്ടും, 10 രൂപയ്ക്ക് മാറ്റിയിടാം. ഇന്ന് ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ നമുക്ക് കിട്ടും, 300 രൂപ 500 രൂപ കൊടുത്താൽ കിട്ടും. അതിനൊന്നും ആളുകൾക്ക് പൈസയ്ക്ക് വിലയില്ല. വള്ളി പൊട്ടിയാൽ മാറ്റാൻ മാർഗമില്ല. ആ ചെരുപ്പ് നമ്മൾ ഊരിക്കളഞ്ഞിട്ട് അടുത്ത ചെരുപ്പ് എടുത്തിട്ടു. ഈ ചെരുപ്പ് ഭൂമിയിൽ പോയാൽ അത് നശിച്ചു പോകാൻ എത്ര സമയം എടുക്കുന്നറിയോ? ഡീഗ്രേഡബിൾ അല്ല. ആ സാധനം ആ പ്രപഞ്ചത്തിൽ കിടന്ന് നമുക്ക് വീണ്ടും 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 ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് തോണ്ടി അപ്പുറത്തേക്ക് മാറ്റും, അവിടെ നിന്ന് തോണ്ടി ഇപ്പുറത്തേക്ക് മാറ്റും. ഇതിന് റീസൈക്കിൾ സിസ്റ്റം ഇല്ല. നമ്മൾ ഓരോ കാര്യവും നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ നമ്മളൊരു കാര്യം, നമ്മൾ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പലതും തോന്നിയാസം കാണിക്കാം. പക്ഷെ നമ്മൾ പൈസ വെച്ചുകൊണ്ട് എന്താ ചെയ്യണേന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ ആരുടെ മുകളിലാണ് നമ്മൾ ഈ വേസ്റ്റ് മുഴുവൻ കൊണ്ട് കളയണത്? നമ്മൾ നമ്മുടെ സമൂഹത്തോടും പ്രപഞ്ചത്തോടും ചെയ്യുന്നൊരു ഉപദ്രവമാണ്. നമുക്ക് പൈസ ഉണ്ട്, ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വണ്ടി മേടിച്ചു, അതുണ്ടാക്കുന്ന പൊല്യൂഷൻ എത്ര മാത്രമായിരിക്കും. നമ്മൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ, പണ്ട് ഞാൻ കൊച്ചായിരിക്കുമ്പോൾ സൗണ്ടുള്ള വണ്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഇലക്ട്രിക് വണ്ടിയോടെ എനിക്കിഷ്ടം. ഒരു സൗണ്ടും ഇല്ല. ഇല്ലേ? ഏറ്റവും സൗണ്ട് കുറഞ്ഞ വണ്ടിയിലിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും സുഖം തോന്നുന്നത്. അതിൽ നിന്ന് നമുക്ക് പൊല്യൂഷൻ, ഡൽഹിയിൽ പോയാൽ നമുക്ക് ശ്വാസം കഴിക്കാൻ പറ്റുന്നില്ല, ഇല്ലേ? അത് നമ്മുടെ ഓരോ സ്റ്റേറ്റിലേക്കും വന്നുകൊണ്ട് കർണാടകയിലായി തുടങ്ങിക്കഴിഞ്ഞു, കേരളത്തിലും വരും. നാളെ നമ്മുടെ മുറ്റത്ത് വരെ എത്തും ആ പ്രശ്നം. ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യത്തിൽ ഇത്ര മുൻകൂട്ടി ചിന്തിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ ഈ മാലിന്യം, വീട്ടിലെ സന്തോഷത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയണത്. നമ്മൾ വീട്ടിലിടുന്ന മാലിന്യം പോലും ഇമ്പോർട്ടൻ്റാണ്. മാലിന്യത്തിൻ്റെ കുഴി കുഴിച്ചിടൂലേ? ആ കുഴി കുഴിക്കുന്നത് വാസ്തു അനുസരിച്ച്, നമ്മുടെ വീടിൻ്റെ വാസ്തുവിൻ്റെ കണക്ക് ശരിയാണ്. മാലിന്യം നിക്ഷേപിക്കുന്നത് ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിനെ അത് ഗൃഹത്തെ ബാധിക്കും, അത് ദാമ്പത്യ ജീവിതത്തെ വരെ ബാധിക്കും. ഒരു വീടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദാമ്പത്യ ജീവിതം അല്ലേ? ഞാൻ ഉദ്ദേശിക്കുന്ന 3 അക്ഷരം അല്ല കേട്ടോ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള മാനസികമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. ശരി. അതിന് തകർച്ച സംഭവിച്ച ആ 2 കുട്ടിയോ 3 കുട്ടിയോ അവരുടെ ജീവിതം പോയി, ആ വീടിൻ്റെ സകല ഐശ്വര്യം പോയി. ഒരു ഭാര്യയും ഭർത്താവും സന്തോഷമായിട്ട് ജീവിക്കുന്ന വീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയറി വരുമ്പോൾ അവിടെ നിലവിളക്ക് കത്തിച്ച പോലെ കാണാൻ പറ്റും. ഭയങ്കര ഐശ്വര്യമായിരിക്കും. ഭാര്യയും ഭർത്താവും വഴക്കാണെന്നുണ്ടെങ്കിൽ കരിവിളക്ക് ഇരിക്കണ പോലെ ആ വീട്ടിലിരിക്കണത്.
അപ്പോൾ നമ്മൾ ബേസ് എന്താ വേണ്ടതെന്ന് ചോദിച്ചു പറഞ്ഞു കൊടുക്കാൻ. ഞാൻ എന്തെല്ലാം പറഞ്ഞു ഇപ്പം, ചെരുപ്പിൻ്റെ വള്ളിയുടെ കാര്യം മുതൽ നഖം വെട്ടി മുതൽ എല്ലാം നമ്മൾ മുഴുവൻ സിസ്റ്റമാറ്റിക് ആവുക. ചെറുപ്പത്തിലേ പഠിക്കേണ്ടത് അച്ചടക്കം എന്ന് പറയുന്ന സാധനം ചെറുപ്പത്തിലേ പഠിക്കണം. നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ജീവിക്കുക. എന്നെക്കൊണ്ടൊരു ഉപദ്രവം എൻ്റെ ഭാര്യയ്ക്ക് വരരുതെന്ന് ഞാൻ ചിന്തിക്കണം, എൻ്റെ ഭാര്യ ചിന്തിക്കണം എന്നെക്കൊണ്ടൊരു ഉപദ്രവം ഭർത്താവിന് വരരുത്, മക്കൾക്ക് വരരുത്. അല്ലാതെ ഞാൻ അച്ഛനാണ്, ഞാനാണ് ഇവിടുത്തെ അധികാരി, ഞാനാണ് ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത്, എന്നെ ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങൾ ജീവിക്കുന്നത്, എൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടാണ്, നിങ്ങളെങ്ങനെ നടന്നാലും കുഴപ്പമില്ല, ഇതായിരിക്കരുത്. അതെ. ഒരു കുടുംബമാവുമ്പോൾ അവരെല്ലാവരും അച്ഛനിങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ വന്ന് അമ്മയ്ക്ക് ഇരിക്കാൻ തോന്നണം, മക്കൾക്ക് ഇവിടെ ഇരിക്കാൻ തോന്നണം, അച്ഛനോട് ചേർന്നിരിക്കാൻ തോന്നണം, അവർക്ക് തന്നെ തോന്നണം. അല്ലാണ്ട് വിളിച്ചിരുത്തിയിട്ട് കാര്യമില്ല. ആ ഒരു മാനസിക അടുപ്പം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ കോംപ്ലിക്കേറ്റഡ് മെമ്മറിയാണ് പോകേണ്ടത്. ഇനി എൻ്റെ അടുത്ത് പ്രദീപ് പറഞ്ഞു ആ കോംപ്ലിക്കേറ്റഡ് മെമ്മറി കളയാനുള്ള ഒരു മരുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമോ? പറ്റുമോ? ഞാൻ സാധനം വേണമെന്ന് പറയണില്ല. ഈ അതായത് ഞാൻ എൻ്റെ ബിസിനസ്സും എല്ലാ ഉത്തരവാദിത്വം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കയറിയിരിക്കുകയാണ്. എനിക്ക് ചായ കിട്ടുക എന്നുള്ളതല്ല ഇമ്പോർട്ടൻ്റ്. എൻ്റെ വീട്ടിലേക്ക് ഡോറ് തുറക്കുമ്പോൾ ഞാനെന്തോ സ്വർഗത്തിലെത്തിയ ഫീല് വേണം എനിക്ക്. വേണ്ടേ? വേണം, തീർച്ചയായിട്ടും വേണം. അല്ലാണ്ട് ഹോട്ടൽ മുറി ചെല്ലുമ്പോഴല്ല. എന്നിട്ട് ചെന്ന് എൻ്റെ സോഫയിൽ അല്ലെങ്കിൽ കസേരയിൽ അല്ലെങ്കിൽ ബെഞ്ചിൽ സ്റ്റൂളിൽ തറയിൽ ഞാൻ ചെന്നങ്ങ് ഇരിക്കുമ്പോൾ ഞാൻ വന്നതറിഞ്ഞ് എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് വരണം. വേണ്ടേ? ഞാൻ വിളിച്ചിട്ടല്ല. മക്കളെ പരിപ്പോടെ ഉണ്ണേട്ടെന്ന് പറഞ്ഞിട്ട് പരിപ്പോടെടുക്കാൻ പറ്റില്ല. ഞാൻ വരണത് കേട്ട് എൻ്റെ മക്കൾ വരണം. എൻ്റെ ധർമ്മപത്നി എന്ത് പണി ചെയ്യുകയാണെങ്കിലും ആ വാതിൽ തുറക്കുമ്പോൾ അല്ലെങ്കിൽ ആ വന്ന് ഞാൻ ചെല്ലുന്ന സമയത്ത് എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് വരാനുള്ളൊരു ആഗ്രഹം അവരിൽ ഉണ്ടാക്കിയെടുക്കണം. അതിനെന്താ വേണ്ടത്? എൻ്റെ കർമ്മദോഷം കൊണ്ടാണ് ഇവരെല്ലാം മാറി നിൽക്കുന്നത്. ശരിയാ ഇല്ലേ? അപ്പം എൻ്റെ കർമ്മദോഷങ്ങളെ എല്ലാം ഇല്ലാണ്ടാക്കി എനിക്ക് അനുകൂലമായിട്ട് ഇവരെയൊക്കെ കൊണ്ടുവരാൻ ഞാൻ എന്ത് മാർഗ്ഗം ചെയ്യാൻ പറ്റിയത് പറഞ്ഞുതരാമോ? നിഷ്കളങ്കമായ സ്നേഹമല്ലേ അവിടെ വേണ്ടത്. നിസ്വാർത്ഥത എപ്പോഴാണ് വരണത്? ഇപ്പം നമ്മൾ വിവാഹത്തിന്റെ ജ്യോത്സ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു പോയിന്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, പിന്നെ പറയാന്ന് പറഞ്ഞില്ലേ, അതിലേക്കാണ് ഇനി വരാൻ പോണത്. ശരി. ഈ നിസ്വാർത്ഥത ഞാൻ ഒന്നും മറക്കില്ല, പറയണതൊക്കെ അവിടെ കിടപ്പുണ്ട്. ഒരു പെൺകുട്ടിക്ക് ഒരു വിവാഹം വന്നു. അപ്പോൾ അതിന് ഇതേപോലൊരു എന്തോ ദൂഷ്യമൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല പാക്കേജ് ഉള്ളൊരു പയ്യൻ വന്നപ്പോൾ കുടുംബക്കാർ ജാതകം ഒന്ന് തിരുത്തി വെച്ച് കല്യാണം അങ്ങ് നടത്തി. ഇത് പ്രശ്നം വന്നപ്പോഴാണ് ഇതൊക്കെ എൻ്റെ അടുത്ത് പറയണത്. അപ്പോൾ അവരുടെ ജീവിതം മൊത്തത്തിൽ പ്രോബ്ലമായി. അവർക്ക് കുട്ടികൾ ഉണ്ടാവണില്ല. കുട്ടി ഉണ്ടാവാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ പിന്നെ ഒബിയസ്ലി IVF-ലേക്ക് പാന്ന് വെച്ചു. കല്യാണം കഴിഞ്ഞ് എത്രയോ വർഷം കഴിഞ്ഞു. IVF-ൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ കുട്ടിക്ക് ഡിപ്രഷൻ വന്നു. ഇത് IVF-ൻ്റെ ഒരു മൈനസ് പോയിൻ്റാണ്. നമ്മുടെ ശരീരത്തിൽ കെമിക്കൽ ചെല്ലുമ്പോൾ എല്ലാവർക്കും ഇത് പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ജാതകവശാൽ കുട്ടി ഉണ്ടാവാൻ ഭാഗ്യമില്ലാത്തതുകൊണ്ടാണ് കുട്ടി ഉണ്ടാവാത്തത്. അവിടെ നമ്മൾ ഫോഴ്സ്ഫുള്ളി കുട്ടിക്ക് ജന്മം നൽകുമ്പോൾ എല്ലാവരുടെയും അല്ല, പലരുടെയും ഒരു ചെറിയ വിഭാഗമാണെങ്കിലും ഫോഴ്സ്ഫുള്ളി നമ്മൾ അവർക്ക് കുട്ടികൾക്ക് ജന്മം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള കെമിക്കൽസ് കൊടുക്കുമ്പോൾ അവർക്ക് മാനസിക വൈകല്യമായിട്ട് അത് വിഭ്രാന്തിയായിട്ട് പുറത്തു വരും. അപ്പോൾ ഈ ട്രിഗർ ചെയ്തത് പിന്നീട് ഭാവിയിൽ കുട്ടിയൊക്കെ ഉണ്ടായി കുറച്ച് കഴിയുമ്പോൾ അത് വലിയ ഡിപ്രഷനായിട്ട് മാറും. ഇവർ കുട്ടിയുണ്ടായി, അത് കഴിഞ്ഞിട്ട് ഇവർക്കത് ഡിപ്രഷനായിട്ട് വന്നു. ഇവർക്ക് ഭയങ്കര പ്രശ്നമായി. ഇവരുടെ ദാമ്പത്യ ജീവിതം കുളമായി. രണ്ട് സെപ്പറേറ്റ് ആവുന്ന അവസ്ഥയിൽ എത്തിയപ്പോഴാണ് എൻ്റെ അടുത്ത് വരണത്. എൻ്റെ അടുത്ത് വന്നു. ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഓപ്പോസിറ്റ് ഇരിക്കുകയാണ്. ആദ്യം വന്നിരിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഒരു ആർട്ടിഫിഷ്യൽ സ്നേഹം നമ്മുടെ അടുത്ത് കാണിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ സ്നേഹം അഭിനയിക്കാണ്ട് ആക്ച്വലായിട്ട് എങ്ങനെയാണോ നിങ്ങളിരിക്കുന്നത് അതുപോലെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ പതുക്കൊന്ന് ഇങ്ങനെ കൈയൊക്കെ വിട്ടേച്ച് ഇരുന്നു. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്നുള്ളത് എനിക്കറിയാം. നിങ്ങളുടെ നാവ് കൊണ്ട് പറയാണ്ട് ഞാൻ പറയില്ല. അത് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള പ്രശ്നം വച്ചിട്ട് നിങ്ങൾ നാളെ പറയും ഗുരുജി പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ആ പ്രശ്നം ഉണ്ടായത്, അല്ലെങ്കിൽ അത് ഉണ്ടായിരുന്നില്ല എന്ന് പറയും. ഞാനായിട്ട് എൻ്റെ നാവ് കൊണ്ട് ഒന്നും പറയില്ല. നിങ്ങളോട് എഴുതി തരാൻ പറയാനുള്ള, നിങ്ങൾ പറഞ്ഞു ഞാൻ കേൾക്കാമെന്ന് പറഞ്ഞു. അവർ പറയാൻ തയ്യാറില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും പോയി പുറത്ത് പോയി സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞു. ഞാനായിട്ടൊന്നും പറയില്ല. അവർ വന്നിരുന്നു. എന്നിട്ട് ഭാര്യ പറഞ്ഞു, ഞാൻ എല്ലാം പറയട്ടെ. പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ച പോലൊരു ഭർത്താവല്ല ഇത്. പിന്നെ എന്തിനാണ് നിങ്ങൾ കൈ പിടിച്ചിരുന്നത്? അല്ല, ഞങ്ങൾ ആദ്യം ഗുരുജിയുടെ മുന്നിലിരിക്കുക, അഭിനയം വേണ്ട, റിയൽ എന്താന്ന് പറ. അപ്പോൾ പുള്ളി ഒന്നുകൂടെ ഒന്ന് തയ്യാറെടുത്തു അടുത്ത അസ്ത്രം ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടുപേരും തമ്മിൽ കട്ട ഫൈറ്റായി. ഞാൻ പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ജീവിതം, ഇങ്ങനെ വരാനുണ്ടായ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുമെന്ന് ചോദിച്ചു. ഉടനെ പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്കറിയില്ല.
ഞാൻ പറയും നിങ്ങളുടെ ജാതകം എടുത്ത് നോക്ക്, നിങ്ങളുടെ ജാതകപ്രകാരമുള്ള വ്യക്തിയല്ല ഇത് കിട്ടിയേക്കണത്. നിങ്ങളുടെ ജാതകപ്രകാരം ഈ വ്യക്തിയുമായിട്ട് ഒരു തരത്തിലും മാച്ച് ചെയ്യില്ല. നമുക്ക് 10 പൊരുത്തമാണ് നോർമലി പറയണത്. അതിൻ്റെ അണുഘടകങ്ങൾ എടുത്ത് നോക്കിയാൽ അനേകം വേറെ ഉണ്ട്. അത്രയും നോക്കാൻ പറ്റില്ല. അതിനകത്ത് മെയിനായിട്ട് ദാമ്പത്യ ജീവിതത്തിൽ നമ്മളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അവയവമുണ്ട്. അവ തമ്മിലുള്ള ഒരു പൊരുത്തമുണ്ട്. ആ പൊരുത്തം എന്ന് പറയുന്നത് എങ്ങനെയാണ് നോക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആകൃതി, വലിപ്പം, ഡെപ്ത് ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ഒരാളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ രൂപഘടന ഇതുമായിട്ട് മാച്ച് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഹീറോ പേനയിടയ്ക്ക് മറ്റേ റെയ്നോൾസിൻ്റെ അല്ലെങ്കിൽ പാർക്കർ പെന്നിൻ്റെ ക്യാപ്പ് എടുത്തിട്ട് കഴിഞ്ഞാൽ സൂട്ടാവുമോ? ഇല്ല. അപ്പം അതാണ് ഏറ്റവും മെയിൻ ഘടകം. അല്ലെങ്കിൽ ഒരാളുടെ ശരീരത്തിൻ്റെ ഗന്ധം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാതെ വരും. എന്തിനാണ് വിയർപ്പ് നമുക്ക് തരണത്? ഇണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോഡിയുടെ പ്രകൃത്യാലുള്ളൊരു രീതിയാണത്. എന്നാൽ ഒരിണയ്ക്ക് എനിക്ക് എൻ്റെ ഇണയെ ആകർഷിക്കുന്ന ആ ഗന്ധം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വേറൊരാളുടെ എനിക്ക് അരോചകമായിട്ടാണ് തോന്നുള്ളൂ, ഇല്ലേ? അതിനാണ് ഇന്ന് നമ്മൾ പെർഫ്യൂം ഉപയോഗിച്ച് ഇണയെ ആകർഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഓരോന്നും പ്രപഞ്ചം തന്നിരിക്കുന്നതിന് ഓരോ കാരണങ്ങളുണ്ട്. നിങ്ങളുടെ ജാതകം ചേരില്ലാത്ത, നിങ്ങൾ ജാതകം നോക്കിയാണോ കല്യാണം കഴിച്ചതെന്ന് പുള്ളിക്കാരിക്ക് പറയാൻ പറ്റും ജാതകം മാറ്റിയെന്ന്. അവസാനം പുള്ളിക്കാരിയുടെ നാവ് കൊണ്ട് അത് പറയിപ്പിച്ചു. അതായത് ഞാനിങ്ങനെ പലത് എടുത്തിട്ടപ്പോൾ പുള്ളിക്കാരി പറയേണ്ടി വന്നു, നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഇനി പരിഹാരം ഞാൻ ഉണ്ടാക്കി തരാം. ഇപ്പോൾ അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് കേട്ടോ. അവരൊരു പ്രശ്നവുമില്ല. ഡിപ്രഷനും പോയി, എല്ലാം പോയി. ഇവർ രണ്ടുപേരും ജോലിയും കൂലിയും ഒക്കെ നഷ്ടപ്പെട്ട് ഇതിലിരുന്ന് വട്ടുകയറ്റി നടക്കാറുണ്ട്. ഇപ്പോൾ രണ്ടും വിദേശത്ത് പോയി. ഇപ്പോൾ അവർ സന്തോഷമായില്ലേ? അവരത് മറച്ചു വെച്ചാലോ? അവരത് തുറന്നു പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഞെട്ടിത്തിരിയിൽ തിരിഞ്ഞു. ഹമ്പടി, നീ എന്നെ പറ്റിച്ചല്ലേ? ഞാൻ പറഞ്ഞു ഇപ്പം നിങ്ങൾ നോക്കണ്ട. അവർ പറഞ്ഞത് നിങ്ങളുടെ ഭാഗ്യമാണ്. ഈ കുട്ടിയല്ല നിങ്ങളുടെ ഭാര്യയായിട്ട് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് 2 കുട്ടി ഉണ്ടായിട്ട് ഭാര്യ ഒളിച്ചോടിപ്പോയേനെ. നിങ്ങളുടെ ജാതകപ്രകാരം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിയേനെ. ഇത് നിങ്ങളെ സംരക്ഷിക്കുക ചെയ്തത്. കാരണം വഴക്കൂടിയിട്ടാണെങ്കിൽ ഇപ്പോഴും കൂടെ ഉണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് യോജിച്ച് സന്തോഷമായിട്ട് ജീവിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരും, ഈ പറയുന്ന ദാമ്പത്യ ജീവിതം ഭംഗിയാവുമെന്ന്. ഇത് പ്രപഞ്ചമാണ് തീരുമാനിക്കുന്നത്, ഞാനല്ല. ഇവരുടെ കുറ്റങ്ങളും പ്രശ്നങ്ങളും ഇവരുടെ സൊല്യൂഷനും ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ അവരാണത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇത്രയും പ്രോബ്ലമാറ്റിക് ആയിട്ട് കിടന്നിരുന്ന ഒരു ജീവിതം സന്തുഷ്ടമാവാൻ വേണ്ടിയിട്ട് ഞാനല്ല, പ്രപഞ്ചത്തിനെ പറ്റുള്ളൂ. ഞാൻ അതിനൊരു കാരകൻ മാത്രമാണ്. എവിടെയോ കിടക്കുന്ന ചൊവ്വന്നോ വ്യാഴെന്നോ ബുധനെന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഒരു തസ്മേ ഗുരുജി. അപ്പോൾ എന്നിലൂടെ ഈ ഗ്രഹങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് നേരിട്ടും പ്രവർത്തിക്കില്ലേ? പ്രവർത്തിക്കില്ലയോ? ഉറപ്പായിട്ട് പ്രവർത്തിക്കും. ഇത്രയും ഞാൻ പറയണുള്ളൂ. അപ്പോൾ ഏതൊരു കുടുംബവും സന്തോഷമായിട്ട് ജീവിക്കാൻ ഒരു മെഡിറ്റേഷനും ഒരു ജ്യോതിഷവും ഇതൊന്നുമില്ലാതെ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം സിസ്റ്റമാറ്റിക് ആകുക, സ്വധർമ്മം സംരക്ഷിച്ച് ജീവിക്കുക. പക്ഷെ ഇതൊന്നും നമുക്ക് അറിയില്ല പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെപ്പോലുള്ള ഗുരുക്കന്മാരുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, അതിലൂടെ നമ്മൾ നന്നാവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എത്ര മോശമായ കുടുംബവും നമുക്ക് നന്നാക്കിയെടുക്കാൻ പറ്റും. ഈ ജന്മം നമ്മൾ നന്നാക്കിയില്ലെങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത ജന്മം പഠിക്കേണ്ടി വരും. ഉദാഹരണം പറഞ്ഞാൽ നമ്മളെല്ലാവരും 10ാം ക്ലാസ്സിൽ ഇരിക്കുക. ഈ ജന്മത്തിൽ 10ാം ക്ലാസ്സിൽ ഞാൻ പാസ്സായാലും അടുത്ത വർഷം അവരൊക്കെ പാസ്സാവും, ഞാൻ വീണ്ടും 10ാം ക്ലാസ്സിൽ പഠിക്കേണ്ടി വരും, ഇല്ലേ? ഇത് തന്നെ എവിടെ നമ്മൾ ഈ ജന്മത്തിൽ പഠിക്കേണ്ടതൊന്നും ഇവിടെ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ പോകും, നമ്മൾ വീണ്ടും ഇവിടെ തന്നെ വരും പഠിക്കാൻ വേണ്ടിയിട്ട്. ഇത്തരം ഓക്കെ ആണോ? ക്ലിയർ ആണ്, വളരെ ക്ലിയർ ആണ്. സാധാരണ പെട്ടൊരു ഫാമിലി അല്ലെങ്കിൽ സാധാരണ രീതി ചിന്തിക്കുന്ന ആൾക്കാർക്ക് എല്ലാ രീതിയിലുമുള്ളൊരു എല്ലാ സെഗ്മെൻറ്റും കവർ ചെയ്ത് ഉത്തരമായിരുന്നു. സന്തോഷത്തോടെ ജീവിക്കട്ടെ എല്ലാവരും. ഗുരുജി, അതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ച് നമുക്ക് ഈ ഒരു സെഷൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ഏറ്റവും കൂടുതൽ മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ പല രീതിയിലും പല ഉപാസനകൾ ചെയ്യാറുണ്ട്. മഹാദേവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഹാദേവനെ സ്മരിച്ചു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ബലം കിട്ടും, അല്ലെങ്കിൽ മനസ്സിൻ്റെ കാരകൻ ചൊവ്വയാണെന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ ദേവിയുടെ സാന്നിധ്യം, ഈ അമാവാസി സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മാനസിക വൈകൃതങ്ങൾ വരുന്നത്. അമാവാസി അടുക്കുന്ന സമയത്തും അത് കഴിയുന്ന സമയത്തും വളരെ പെട്ടെന്ന് മനസ്സ് കൈവിട്ടു പോകുന്ന അവസ്ഥ, പെട്ടെന്ന് പ്രൊവോക്കാവുന്നു. അതുപോലെ തന്നെ ഒരു കാര്യമില്ലാതെ ദേഷ്യപ്പെടുന്നു. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ? പിന്നെ ഇപ്പോൾ ഞാൻ മഹാദേവനെ തന്നെ പറയാം. അതെ, പ്രപഞ്ചത്തിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മഹാദേവൻ തന്നെയാണ്. അതെ, അതിൻ്റെ അപ്പുറത്ത് വേറൊരാളില്ല. അതെ. ഈ മഹാദേവൻ ഉപാസിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. മഹാദേവൻ്റെ ഫോട്ടോ എടുത്ത് നോക്കി, അതിൻ്റെ കൂടെ ആരാ ഉള്ളത്? അർത്ഥാങ്കണി എപ്പോഴും കൂടെ ഉണ്ട്, ഇല്ലേ? അതെ.
നമ്മൾ നമ്മുടെ ഭാര്യയെ നന്നായിട്ടങ്ങ് സ്നേഹിച്ചാൽ മതി. ഒന്നും ചെയ്യണ്ട. ഏറ്റവും സിമ്പിൾ സൊല്യൂഷനാണ് പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ നിസ്വാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് അങ്ങ് സ്നേഹിക്കുക. വ്രതശുദ്ധി എല്ലാം വിട്ടോ. ഇത് അത്രയും മാത്രം ചെയ്താൽ മതി. 2 അമാവാസി നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ ഈ പ്രോബ്ലം ഉണ്ടാവില്ല. സന്തോഷം. ഇതിൽ കൂടുതൽ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞു തരാൻ പറ്റുമോ? പക്ഷേ ഇതുപോലും നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോംപ്ലിക്കേറ്റഡ് മെമ്മറി പോകണം. കാരണം ഇത് നിങ്ങൾ ഇന്ന് തീരുമാനം എടുത്താൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് ഒരു മോഹിനിയുടെ മെസ്സേജ് വരും, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ വരും. ഉറപ്പാണ്. കാരണം നമ്മുടെ ഫയർവാള് സ്ട്രോങ് അല്ല. നമ്മൾ നന്നാവാൻ തീരുമാനിക്കുമ്പോഴാണ് നമ്മളെ മറ്റവൻ കയറി പിടിക്കുന്നത്. നന്നാവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സാഹചര്യം നമ്മളെ അനുവദിക്കില്ല. കാരണം ഇതാണ് മായ എന്ന് പറഞ്ഞ സാധനം. ഈ മായ നമ്മളെ മാറ്റി നിർത്തില്ല, ഒരു തരത്തിലും സമ്മതിക്കില്ല. ഞാൻ ഇന്ന് മുതൽ അങ്ങ് നന്നാവാൻ തീരുമാനിച്ചാൽ പിറ്റേ ദിവസം ദുബായിൽ നിന്ന് എൻ്റെ കൂട്ടുകാരൻ വരും കുപ്പിയായിട്ട്. ഉറപ്പാണ്. നന്നാവാൻ സമ്മതിക്കില്ല. പക്ഷേ നന്നാവാൻ ഭാഗ്യമുള്ളവൻ എങ്ങനെയാണെന്നറിയാമോ? അവനൊരു കൂട്ടുകെട്ടും ഉണ്ടാവില്ല. അവൻ വിഷമിക്കുകയായിരിക്കും, എനിക്കൊരു കൂട്ടുകാരില്ല, എൻ്റെ കല്യാണം നടക്കണില്ല, എൻ്റെ കഷ്ടകാലമാണെന്ന് പറയും. പക്ഷെ അവന് നന്നാക്കാൻ വേണ്ടി പ്രപഞ്ചം തന്നെ ട്യൂൺ ചെയ്യണതാണ്. അത് മനസ്സിലാക്കാൻ ആർക്കും അറിയില്ല. സത്യം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതിന് കാരണം സത്യത്തിൻ്റെ മുഖം എപ്പോഴും ഇങ്ങനെ തടസ്സങ്ങൾ കൊണ്ട് ഇങ്ങനെ മൂടപ്പെട്ട് കിടക്കുകയായിരിക്കും. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരല്പം ഒന്ന് എത്തി നോക്കണം. അപ്പം നമ്മളുടെ വ്യൂവിൽ ഇതിങ്ങനെ തടസ്സപ്പെട്ട് കഴിക്കുകയായിരിക്കും മിക്കവാറും സത്യത്തിൻ്റെ മുഖം. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റില്ല.